തീർച്ചയായിട്ടും ഈ അരുങ്കൊല എന്നത് അല്ലെങ്കിൽ വംശഹത്യ എന്നത് അതിഭീകരമായ സ്വഭാവത്തിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് ഇത്രയേറെ കനത്ത ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ട് പോലും ഇതിനൊക്കെ അവഗണിച്ച് നെതന്യാഹുവും അദ്ദേഹത്തിന്റെ സൈന്യവും മുന്നോട്ട് പോകുന്നു എന്നതാണ് ഏറ്റവും പിന്നെ നമ്മൾ ആലോചിക്കേണ്ട ഒരു വസ്തുത. പക്ഷെ ഇതൊക്കെ ഉണ്ട് എങ്കിൽ പോലും ജിൽസി സൂചിപ്പിച്ചതുപോലെ ഈ പിന്നിട്ട 24 മാസങ്ങളായി തുടരുന്ന ഇതിലൂടെ കൊല്ലപ്പെട്ട 65,000-ത്തിലധികം വരുന്ന മനുഷ്യർ, അതിൽ 20,000-ത്തിലേറെ കുട്ടികളാണ്, അത്ര തന്നെ സ്ത്രീകളാണ്, വയോജനങ്ങളാണ്. സാധാരണ മനുഷ്യരെ കൊന്നൊടുക്കുന്ന ഈ ഒരു പ്രക്രിയ തുടരുന്നതിനിടയിലും ഇത്രയേറെ സംവിധാനങ്ങളും സൗകര്യങ്ങളും അമേരിക്കയുടെ തുറന്ന പിന്തുണയും ആയുധ സഹായവും നയതന്ത്ര പിന്തുണയും ഒക്കെ ഉള്ളപ്പോൾ തന്നെയാണ് അതിനെ മറികടന്നുകൊണ്ടൊരു ലോക സമൂഹം വലിയ തോതിൽ തന്നെ ഈ പതിതരായ മനുഷ്യർക്ക് വേണ്ടി രംഗത്ത് വരുന്നു എന്നത് വലിയ പ്രത്യാശ തന്നെ നൽകുന്നുണ്ട്. കാരണം ഇസ്രായേലിനെ ഈ പശ്ചിമേഷ്യൻ മേഖലയിൽ കുടിയിരുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച UK ഈ ഒരു ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നു. അതോടൊപ്പം തന്നെ കാനഡ ഉൾപ്പെടെയുള്ള, ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അതിശക്തമായി ഈ ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം മാത്രമാണ് ഈ പ്രതിസന്ധി പരിഹരിക്കാനുള്ള ഏക മാർഗമെന്ന് വിലയിരുത്തുന്നത് ഒരുപക്ഷെ ചരിത്രത്തിന്റെ മറ്റൊരു വഴിത്തിരിവ് കൂടിയായിട്ട് നമ്മൾ ഇതിനെ വിലയിരുത്തേണ്ടതുണ്ട്. കാരണം എല്ലാ സംവിധാനങ്ങളും പിന്നെ സന്നാഹങ്ങളും ഉണ്ടായിട്ടും ലോക സമൂഹത്തിന്റെ ഉള്ളിൽ ഈ ഫലസ്തീൻ എന്ന കോസിനോടുള്ള ഒരു ജനത പ്രകടിപ്പിക്കുന്ന, പല ജാതി വിഭാഗങ്ങൾ പ്രകടിപ്പിക്കുന്ന ഈ ഒരു താല്പര്യം വലിയ ഒരു സന്ദേശം തന്നെയാണ് ഇസ്രായേലിന് നൽകുന്നത്. അതുകൊണ്ടാണ് നെതന്യാഹു ഇന്നലെ രാത്രി നടത്തിയ പ്രഖ്യാപനത്തിൽ പറയുന്നത് ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് ഫലസ്തീൻ എന്നൊരു രാഷ്ട്രം താൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അനുവദിക്കുകയില്ല എന്ന ഒരു വളരെ പിന്നെ ധാർഷ്ട്യത്തോടു കൂടിയാണ് നെതന്യാഹു പ്രഖ്യാപിക്കുന്നത്. നേരത്തെയും ഇത്തരമൊരു രാഷ്ട്രത്തിന് വേണ്ടി നീക്കം നടന്നിരുന്നു. താനും ഇസ്രായേലും അതിനെ ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട്. ഇനി അങ്ങോട്ടും അതിശക്തമായി തന്നെ ഇതിനെ ചെറുക്കും. ഇത് ഭീകരതയ്ക്ക് നൽകുന്ന ഒരു സമ്മാനമാണ് ഈ ഫലസ്തീൻ രാഷ്ട്രത്തിന് നൽകുന്ന പിന്തുണ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഈ ഒരു ജനതയുടെ അതിജീവന താല്പര്യത്തെയും അവരുടെ സ്വത്വത്തെയും ഒക്കെ നിരാകരിക്കുന്ന ഒരു സമീപനവുമായി തന്നെയാണ് നെതന്യാഹു മുന്നോട്ട് പോകുന്നത്. ഇതിന് അദ്ദേഹത്തിന് പ്രേരണ നൽകുന്ന തീർച്ചയായും ജന്മം നൽകിയ ബ്രിട്ടൻ അടക്കം ഇപ്പോൾ ഇസ്രായേലിനെ തള്ളിക്കൊണ്ട് ഫലസ്തീൻ അംഗീകരിച്ചു വരുമ്പോൾ സ്വാഭാവികമായി ലോകം മുഴുവൻ ഗസയ്ക്കൊപ്പമുണ്ട്. പക്ഷെ ഒരു തരത്തിലും ഇസ്രായേലിനെ അമേരിക്കയെ അത് ഏശുന്നില്ല എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ഗസ സിറ്റിയിൽ ഇസ്രായേൽ നടത്തിയ അതിക്രമങ്ങൾ എങ്ങനെയാണ് MC? അതിൽ എത്ര പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്? ഇസ്രായേലിന്റെ അവിടുത്തെ പുതിയ നീക്കങ്ങൾ എങ്ങനെയാണ്? സൈഫുദ്ദീൻ, ഇപ്പോൾ പിന്നിട്ട് 24 മണിക്കൂറിനുള്ളിൽ 100-ലധികം പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതിൽ തന്നെ നിരവധി കുട്ടികളും ഉൾപ്പെടുന്നുണ്ട്. കാരണം ഈ പിന്നിട്ട ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കണക്കുകൾ എടുത്തു നോക്കുമ്പോൾ പലസ്തീൻ പോരാളികളോ മറ്റോ അല്ല കൊല്ലപ്പെടുന്നതിൽ 99% അല്ലെങ്കിൽ 100% എന്നത് ഈ കണക്കുകൾ തന്നെ നമ്മോട് പറയുന്നുണ്ട്. കൊല്ലപ്പെടുന്നതൊക്കെയും ഈ സിവിലിയൻ സമൂഹമാണ്. അവിടെ തന്നെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഇന്നലെ നോക്കുക, ഇന്നലെ ലെബനാന് നേരെ ആക്രമണം നടന്നു. 3 കുട്ടികളും ഒരു പിതാവുമാണ് മരിച്ചത്. ഇത് പിന്നെ ഈ പിതാവ് എന്നത് അമേരിക്കൻ പൗരത്വമുള്ളതാണ്. അമേരിക്കക്കാരായ 4 പേരെ ലെബനാനിൽ കടന്നു കയറി അവിടെ ആക്രമണം നടത്തി കൊലപ്പെടുത്തുകയാണ്. ഇത് അമേരിക്കൻ ഒരു പ്രസിഡന്റിന്റെ പൂർണ്ണ പിന്തുണയിൽ നടക്കുന്ന ഒരു രാജ്യം, അതിന്റെ എല്ലാ പിന്നെ നൈതികതക്കെതിരായിട്ടുള്ള ആ രാജ്യം തുടരുന്ന നീക്കത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്ന ട്രംപ്, എന്നിട്ട് ആ രാജ്യത്തിലെ പൗരന്മാരെ ലെബനാനിൽ പോലും കയറി കൊലപ്പെടുത്താൻ ഇസ്രായേൽ എന്നൊരു രാഷ്ട്രത്തെ അനുവദിക്കുന്നത് തീർച്ചയായിട്ടും ഈ കൊളോണിയൽ രാജ്യങ്ങൾ, ഈ അധിനിവേശ രാജ്യങ്ങൾ പുലർത്തുന്ന ഏറ്റവും കുറ്റകരമായിട്ടുള്ള ഒരു പങ്കിന്റെ കൂടി തെളിവാണ്. ഇന്നിപ്പോ ഗസയിൽ അതിഭീകരമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് തുടർന്ന്.